ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6 വരിപ്പാതയുടെ പണിയും മലപ്പുറത്ത് റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ അന്നും മുതൽ ഉള്ളൊരാഗ്രഹമായിരുന്നു 6 വരിപ്പാത ഒന്ന് കാണുക, ഒന്ന് അതിൽ കയറി വണ്ടി ഓടിക്കുക എന്നുള്ളത്. എൻ്റെ കോപ്സ് ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചതാണ്. ഭാഗ്യം രക്ഷപ്പെട്ടു. ഞാൻ അണ്ടർപാസ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളവിടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല, വെറുതെ ഒരു പില്ലറും സ്ലാബും മാത്രമേ വാർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫിനിഷായി കിടക്കുന്നത് കാണാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വെച്ചാണ്. മാമാർ പിന്നാലൊന്നും ഇല്ലല്ലോ. എൻ്റെ വണ്ടിയിലെ പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടച്ചതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇവരെ കാണുമ്പോൾ പെട്ടെന്നൊരു പേടിയാണ്. അങ്ങനെ നമ്മൾ 6 വരിപ്പാതയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു അണ്ടർപാസ് അവിടെ കണ്ടിരുന്നില്ലേ, പോലീസുകാർ നിൽക്കുന്നത്, അവിടെ നിന്നല്ല ഞാൻ ഇപ്പോൾ കയറി. ഇത് വേറെ സ്ഥലത്തു നിന്നുള്ള വീഡിയോ ആണ്. കാരണം ക്യാമറ അവിടെ ഞാൻ ഓഫ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കയറിയിട്ട് പിന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് വീണ്ടും ക്യാമറ ഓൺ ചെയ്തതാണ്. എൻ്റെ ഗോപ്രോ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഓഫായി പോയി. അതുകൊണ്ടാണ്. ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒരു പണികളും കഴിഞ്ഞിട്ടില്ല, എല്ലാം സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റേ അണ്ടർപാസിൻ്റെ ഇതുകളൊക്കെ ഇങ്ങനെ പില്ലറൊക്കെ പണിതിട്ടിട്ട് സ്ലാബ് വാർത്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു പണികളും കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു ഭാഗ്യമുണ്ടതിൽ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ പണി ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങളുടെ പണിയാണോ തീരാന്ന് അറിയില്ല. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ളത് മതിലകം ബൈപ്പാസാണ് കേട്ടോ. മതിലകം ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുപ്പമുള്ള ഒരു വയഡക്റ്റാണ് അത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയഡക്റ്റ് മതിലകം ബൈപ്പാസാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വലിയ മലയൊക്കെ തുറന്നിട്ടൊക്കെ പോകുന്ന, അതായത് മല ഫുള്ള് കീറി മുറിച്ചിട്ട്. ഞങ്ങളാ ഭാഗത്തൊന്നും ഒരു മലയോ ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഫുള്ള് സമതലാണ്, ഫുള്ള് നിരപ്പായ ഇതാണ്. ചെറിയ കുഞ്ഞു കയറ്റങ്ങളോ അതുപോലും ഇല്ല. ഇതുപോലെ മലയും കാര്യങ്ങളൊക്കെ തുറന്നിട്ടാകുമ്പോൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അവർ. ഭയങ്കര ഒരു പണി തന്നെ എടുത്തിട്ടുണ്ട് ആ മല ഫുള്ള്. പിന്നെ അത് സോയിൽ നെയിലൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് ഒക്കെ ഇതാക്കണമെങ്കിൽ, ഇടിയാണ്ടിരിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ MBDയുടെ ടീം പണി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ സ്പീഡ് മെഷർ ചെയ്യുന്ന ക്യാമറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പാണ് അവിടെ. എൻ്റെ മുന്നിൽ ഈ ഓട്ടോറിക്ഷ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഞാൻ കറക്റ്റ് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി സ്ലോ ആക്കി വന്നേനായിരുന്നു. ഇത് അടുത്തെത്തിയതിന് ശേഷം ഞാൻ 40ലേക്ക് എത്തിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും ഹൈവേയിലേക്ക് വീണ്ടും കയറുകയാണ്. ഇവിടെ ഒരു ആ ഫ്രണ്ടിൽ പോണ പിക്കപ്പ് ചേട്ടൻ എങ്ങനെ എടുത്തതെന്ന് കണ്ടോ. ഇങ്ങനെ ഇതുപോലെ എടുക്കണമെങ്കിൽ നല്ലൊരു അപകടം ഉണ്ടാവും കേട്ടോ. ഓ, ഇതല്ലേ മറ്റേ 80 ടണ്ണിൻ്റെ പാലെന്നൊക്കെ പറഞ്ഞത്? അത് ഈ പാലാണോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് എത്ര ടണ്ണിൻ്റെ എനിക്ക് ഓർമ്മയില്ല. 80 ടണ്ണെന്നാണെന്ന് എനിക്ക് ഓർമ്മയുള്ളത് 80 ടണ്ണെന്നാണ്. തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.